ഇപ്പോൾ വീക്ഷണം മുന്നടിച്ച ശ്രീ എൻ ശ്രീകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഈ കനകോലുവിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന തരത്തിൽ കോൺഗ്രസിന് ഒട്ടും ആശ്വാസം പകരുന്നതോ ആവേശം പകരുന്നതോ അല്ല, കൂടുതൽ നിരാശ പകരുന്നതാണ്. ശശി തരൂരും മുല്ലപ്പള്ളിയൊക്കെ പറഞ്ഞതുപോലെ 2026 കോൺഗ്രസിൻ്റെ സ്ഥാനം പ്രതിപക്ഷത്ത് തന്നെയാണ് കേരളത്തിൽ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് നേതാക്കളെ ഇപ്പോൾ കനകോലു അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ആഭ്യന്തര സർവേ നടന്നിരുന്നു. കാരണം മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ കനകോലു സംഘത്തോടൊപ്പം പ്രവർത്തിക്കുകയും ഈ സർവേയുടെ ഭാഗമായി പല ജില്ലകളിൽ പോവുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം AICC തന്നെ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത കേരളത്തിലെ പോഷക സംഘടനാ നേതാക്കൾ അടക്കമുള്ള വിപുലമായ യോഗം ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ യോഗം നടന്നത്. മറ്റ് സംസ്ഥാനങ്ങളെയും സമാനമായി തന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിളിച്ച ഒരു യോഗത്തിലടക്കം സ്വാഭാവികമായി ഈ ഒരു അലാമിംഗ് സിറ്റുവേഷൻ, ഒരു തരത്തിലും സുഖകരമല്ലാത്ത കടുത്ത വെല്ലുവിളി നിറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ചു കാണുമല്ലോ അല്ലോ. കനകോലുവിൻ്റെ ആ റിപ്പോർട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തോതിൽ നിരാശപ്പെടുത്തുന്നതാണ്. ഏത് റിപ്പോർട്ടേ പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ അങ്ങനെ റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതെ, അത് എന്തായാലും നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും. എന്തായാലും കനകോലു അങ്ങനെ ഒരു കനകോലു നമ്മുടെ സ്റ്റാഫ് അല്ല ശ്രീകുമാർ. കനകോലു കൈരളിയിലല്ല. അതെ, കനകോലു നിങ്ങളുടെ സ്റ്റാഫ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല. സ്റ്റാഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുമല്ലോ. കനകോലു അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു റിപ്പോർട്ടും ഇല്ല. ഒരു റിപ്പോർട്ടും കനകോലു കൊടുത്തിട്ടില്ല. കനകോലു ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു, അദ്ദേഹം മടങ്ങിപ്പോയി എന്നുള്ള ശരിയാണ്. അത്രയും ശരിയാണല്ലേ? അത് അവിടെയാണ് ശ്രീകുമാർ, അതിലെ തമാശ അതാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് വിളിക്കുന്ന അദ്ദേഹം AICC മെമ്പറല്ല, പ്രവർത്തക സമിതി അംഗമല്ല, KPCC പ്രസിഡന്റ് അല്ല, കോൺഗ്രസ് മെമ്പറാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ വിളിക്കുന്നത് ഒരു ചായ കുടിക്കാൻ ക്ഷണിക്കുന്നതല്ലോ. അപ്പോൾ അദ്ദേഹത്തിൽ എന്തോ ചില സവിശേഷത ഉള്ളത് കൊണ്ടാണല്ലോ വിളിച്ചത്. അപ്പോൾ ആൻസർ ഈസ് വെരി ക്ലിയർ, വെരി ക്ലിയർ, വെരി ക്ലിയർ. അത് പത്രത്തിൽ വന്നതാണല്ലോ. കനകോലു കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്തുവെന്നും ആ യോഗത്തിന് ശേഷം കനകോലു ചില കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കളോട് സംസാരിച്ചെന്നൊക്കെ വന്നാണല്ലോ. അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. കാരണം ഒരു ഭരണമാറ്റത്തിന് സമയമായി എന്ന് തോന്നുമ്പോൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ശ്രീകുമാർ. അല്ല, ഞാനിപ്പോ പറഞ്ഞ ശരത്തിനെ വിളിച്ചതാണല്ലോ, ഞാൻ പറയട്ടെ. അതുകൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഞാൻ പറയട്ടെ. അതായത് കനകോലു അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുകയും അതിന് പ്രതികരണം വരികയും ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് ഉണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള നമ്മുടെ ഒരു പഴയകാല രാഷ്ട്രീയ തന്ത്രമുണ്ട്. അത് നിങ്ങൾ പയറ്റിക്കൊള്ളു, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ശരത് തന്നെ ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞത് മുല്ലപ്പള്ളി പറഞ്ഞ പോലെ, തരൂർ പറഞ്ഞ പോലെ. മുല്ലപ്പള്ളി പറഞ്ഞത് എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി. എനിക്കൊരു നാക്കുവര വന്നു, ഞാനത് തിരുത്തി. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് പോയി കണ്ടു, സംസാരിച്ചു, പത്രത്തിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞത് ശരത്തിന് നേരം വെളുത്തിട്ടില്ല. ഞാൻ ശരത്തിന് അത് ആയിക്കോട്ടെ, നല്ല കാര്യം, നിങ്ങളുടെ രാഷ്ട്രീയ പയറ്റിക്കോളൂ, അത് വേണം. പക്ഷേ ഇല്ലാത്ത റിപ്പോർട്ടിന്റെ പേരിൽ ഞാൻ എന്ത് പറയാനാ എന്റെ ശരത്തെ? റിപ്പോർട്ടാണ്, ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ കാര്യം പറഞ്ഞത്. ശരി, നന്നായി, താങ്ക് യു ശ്രീ എൻ ശ്രീകുമാർ. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, കനകോലു ഈ പ്രധാനപ്പെട്ട രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം പങ്കെടുത്തിരുന്നു എന്ന് മാധ്യമങ്ങളിൽ തന്നെ വാർത്ത വന്നിരുന്നു. ആ യോഗങ്ങളിൽ എന്തിന് കനകോലു പങ്കെടുത്തു എന്നതിൽ തന്നെയാണ് പിന്നാലെ വരുന്ന ഈ വാർത്തകളുടെ യാഥാർത്ഥ്യവും അതിൻ്റെ ഗൗരവം നിൽക്കുന്നത് അവിടെയാണ് എന്നതുകൊണ്ട് തന്നെയാണ്